ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രിൽഡ് ചിക്കനാണ്. അതിനെ സ്കിന്നോട് കൂടി 1.25 കിലോയോളം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ പീസും കത്തി കൊണ്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ മസാലയൊക്കെ അതിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. സ്കിന്നോട് കൂടി അല്ലാത്ത ചിക്കനിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്കിന്നോട് കൂടിയുള്ള എടുത്തേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിനേക്കാൾ ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചിക്കൻ 4 പീസാക്കി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി 30 വെളുത്തുള്ളി ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ പീസ് ഇഞ്ചി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തതും, 12 കാന്താരി മുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ മെയിൻ മസാല എല്ലാം തയ്യാറാക്കാം. അതിനായി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ മതി. പിന്നെ ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കാന്താരി പേസ്റ്റ് അതും ഈ പൊടികളുടെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തേക്കും ചെല്ലത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് എല്ലാ പീസിലേക്കും ആ വരഞ്ഞ ഉൾഭാഗത്തേക്കും ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതേപോലെ എല്ലാ പീസസിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ടൈം ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, എടുക്കാം. റെസ്റ്റിംഗ് ടൈം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് രാവിലെ അപ്ലൈ ചെയ്തിട്ട് വൈകിട്ടേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കൂടുതൽ മസാല അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു മണിക്കൂറാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഈ ബാക്കി ഗ്രേവി നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാനുള്ള നെറ്റിലേക്ക് ഓരോ പീസസായിട്ട് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് നിവർത്തി ഇത് വെച്ച് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കാര്യം ഇത് ടൈം എടുത്തിട്ട് നമ്മൾ പതുക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉൾഭാഗമൊക്കെ വേഗം, പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. ഗ്രില്ല് ചെയ്യാനുള്ള കനലൊക്കെ ഇതിവിടെ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇനി അതിൻ്റെ മേലിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ കനലിലേക്ക് വെച്ചതിന് ശേഷം ഒരു സൈഡ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് മറ്റേ ഭാഗവും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിച്ച് വെച്ച് അങ്ങനെ തിരിച്ചും മറിച്ചും 2 ഭാഗവും ടൈം എടുത്ത് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേഗമുള്ളൂ. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കുറച്ച് ഗ്രേവിയിൽ അല്പം സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും 2 ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടും, നല്ല ഓയിലി ആയി കിട്ടും. അങ്ങനെ നമുക്കിത് തിരിച്ചും മറിച്ചും ഇടയ്ക്കൊന്ന് പീസൊന്ന് കിള്ളി നോക്കിയിട്ട് വെന്തോന്ന് നോക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് നോക്കുകയാണ്. ഇപ്പോൾ കിള്ളി നോക്കിയപ്പോഴേക്കും ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ മയോണൈസ് തയ്യാറാക്കി കഴിക്കാം. മയോണൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.